ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നൊരു പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. സിമ്പിൾ പ്രോഗ്രാമാണ്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടത് നോക്കുമ്പോൾ ഒരുപക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അതായത് ഒരു വർഷം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, അതായത് ഒരു 4 ഡിജിറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, ഒരു വർഷം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മൾ ഒരു വർഷം 2004 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് ലീപ്പ് ഇയർ ആണല്ലോ. ഇപ്പോൾ ദിസ് ഈസ് എ ലീപ്പ് ഇയർ എന്ന ഔട്ട്പുട്ട് കിട്ടണം. അതല്ല എങ്കിൽ ലീപ്പ് ഇയർ അല്ലാത്ത വർഷമാണെങ്കിൽ ദിസ് ഈസ് നോട്ട് എ ലീപ്പ് ഇയർ എന്നൊരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ലീപ്പ് ഇയർ ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ലീപ്പ് ഇയർ എന്ന് നിങ്ങൾക്കറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ലീപ്പ് ഇയർ എന്താണെന്ന് നമുക്കറിയാം. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ ആ വർഷത്തിൽ ഫെബ്രുവരിയിൽ 29 ദിവസം കാണും. ഫെബ്രുവരിയിൽ 29 ഡേയ്സ് ഉള്ള വർഷങ്ങളെയാണ് ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അത് 4 വർഷത്തിലൊരിക്കലാണ് ആ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. അപ്പോൾ ലീപ്പ് ഇയർ എങ്ങനെ കണ്ടെത്തുമെന്ന് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു. എനിക്ക് തോന്നുന്നു 8ലോ 9ലോ മേ ബി അതിന് മുന്നേയൊക്കെ തന്നെ നമ്മൾ പഠിച്ചാണ് ലീപ്പ് ഇയർ എന്താണെന്നും ഒരു വർഷം ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്നെങ്ങനെ മനസ്സിലാക്കാമെന്നൊക്കെ അത് സ്കൂളിലെ നമ്മൾ പഠിച്ചതാണ്. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആ വർഷത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ അതൊരു ലീപ്പ് ഇയർ ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ 1996 എന്ന വർഷത്തെ 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 0 ആയിരിക്കും. അതാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 0 വരുന്ന വർഷങ്ങളെ, അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വർഷങ്ങളെയാണ് നമ്മൾ ലീപ്പ് ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ 1996, 2004, 2008, 12, 16, 20, 2024 ഇങ്ങനത്തെ വർഷങ്ങളെല്ലാം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വർഷങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഇയറിനെ ലീപ്പ് ഇയർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതായത് ആ വർഷം ഫെബ്രുവരിയിൽ 29 ഡേയ്സ് കാണും. അപ്പോൾ അതാണ് ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു ലീപ്പ് ഇയർ എങ്ങനെയാണ് കണ്ടെത്തുന്നതൊക്കെ പഠിച്ചു. പക്ഷേ അന്ന് നമ്മൾ പഠിച്ചതിൽ ഒരു പോയിൻറ്റും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ആ ലീപ്പ് ഇയർ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ലീപ്പ് ഇയർ ചെക്ക് ചെയ്യാനുള്ള ആ റൂളിൽ ഒരു പോയിൻറ്റും കൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടായി. നമ്മൾ സ്കൂളിൽ അത് പഠിച്ചില്ല. ഈ +2 കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച സ്റ്റുഡൻസ് അവർ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ലീപ്പ് ഇയറിൻ്റെ പ്രോഗ്രാമൊക്കെ എഴുതി കാണും. അങ്ങനെ ലീപ്പ് ഇയറിൻ്റെ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഒരുപക്ഷെ അവിടുത്തെ ടീച്ചേഴ്സ്, +2ൽ അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഈ ഒരു സ്പെഷ്യൽ റൂളും കൂടെ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ റൂളും കൂടെ ചേർത്തായിരിക്കും അവർ പ്രോഗ്രാം എഴുതിയത്. അപ്പോൾ അങ്ങനത്തെ ഈ +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച സ്റ്റുഡൻസിന് ഒരുപക്ഷെ ഈ ഒരു സ്പെഷ്യൽ റൂളും കൂടെ അറിയാമായിരിക്കും. നമ്മൾ ആക്ച്വലായിട്ടുള്ള ലീപ്പ് ഇയർ ചെക്ക് ചെയ്യാനുള്ള റൂളല്ല നമ്മൾ സ്കൂളിൽ പഠിച്ചത്. അതായത് ജസ്റ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 0 കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ആ വർഷം ലീപ്പ് ഇയർ ആവത്തില്ല. ഒരു റൂളും കൂടെ ഉണ്ട്. ആ റൂൾ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെക്ക് ചെയ്യുന്ന വർഷം ഒരു സെഞ്ചുറിയാണ് എങ്കിൽ, അതായത് 2000 അല്ലെങ്കിൽ 2100, 1900, 1800 അങ്ങനത്തെ സെഞ്ചുറി വരുന്ന വർഷങ്ങളാണ് എങ്കിൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരാ, 400 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇഫ് ദ ഇയർ ഈസ് എ സെഞ്ചുറി ഇറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 400. അതിപ്പോൾ 2000 ആണെങ്കിൽ 2000 ഡിവൈഡ് ബൈ 400 ആണ് ചെക്ക് ചെയ്യേണ്ടത്. 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വർഷങ്ങൾ, അതായത് 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്ന വർഷങ്ങളെ ലീപ്പ് റൈറ്റ് എടുക്കത്തുള്ളൂ. അതൊരു സെഞ്ചുറി ഇയർ ആണ് എങ്കിൽ. അപ്പോൾ അതായത് ഇപ്പോൾ 2000 എന്ന് പറയുന്ന വർഷം ഒരു ലീപ്പ് ഇയർ ആണ്. അതേസമയം 2100, 2100 എന്ന് പറയുന്ന വർഷം അതൊരു ലീപ്പ് ഇയർ അല്ല. അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്, ഡിവിസിബിൾ ബൈ 4 തന്നെയാണ്. പക്ഷേ അത് സെഞ്ചുറി ഇയർ ആയതുകൊണ്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരാ, 400 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അതിന് ലീപ്പ് ഇയർ ആയിട്ട് കണക്കാക്കൂ. ഇങ്ങനെ ഒരു റൂള് നമ്മൾ പഠിച്ചില്ല, സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല. ഈ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസ് അവർ കമ്പ്യൂട്ടർ സയൻസ് അതിൽ പ്രോഗ്രാമിംഗ് പഠിച്ച സമയത്ത് മേ ബി ലീപ്പ് ഇയറിൻ്റെ പ്രോഗ്രാം അവരെന്തായാലും പഠിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ലീപ്പ് ഇയർ ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മേ ബി അവർ ടീച്ചേഴ്സ് അവർ ഈ ഒരു റൂളും കൂടെ പഠിപ്പിച്ചു കാണും. അല്ലാതെ സാധാരണ ഇതിൽ ഞാനൊന്നും സ്കൂളിൽ പഠിച്ചിട്ടില്ല. ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഇപ്പോൾ ഈ പ്രോഗ്രാം പഠിപ്പിച്ചപ്പോൾ തന്നെ ഈ ബയോളജി കഴിഞ്ഞ സ്റ്റുഡൻസിനൊന്നും ഈ കാര്യം അറിയുകയില്ല, കാരണം അവരൊന്നും സ്കൂളിൽ പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു റൂളും കൂടെ ഉണ്ട്. ഗൂഗിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് പറഞ്ഞു വരുന്നത് 1900, 1800, 1700 എന്നീ വർഷങ്ങളൊന്നും ലീപ്പ് ഇയർ അല്ല. കാരണം 1700, 1800, 1900 ഒന്നും 400 കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വർഷങ്ങളെ ലീപ്പ് ഇയർ ആയിട്ടല്ല കണക്കാക്കുന്നത്. ഇതെല്ലാം നോട്ട് എ ലീപ്പ് ഇയർ എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അതേസമയം 1600 എന്ന് പറയുന്ന വർഷം ലീപ്പ് ഇയർ ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം 1600 എന്ന് പറയുന്നത് 400 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതായത് 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും വരുന്നത്. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ 1700, 1800 ഒക്കെ ആണെങ്കിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 200 അല്ലെങ്കിൽ റിമൈൻഡർ അല്ലെങ്കിൽ 100 ഒക്കെ കിട്ടും. അപ്പോൾ 0 അല്ല റിമൈൻഡർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷങ്ങളെ ലീപ്പ് ഇയർ ആയിട്ടല്ല കണക്കാക്കുന്നത്. അപ്പോൾ 2000 എന്നത് ഒരു ലീപ്പ് ഇയർ ആയിരുന്നു. ഇനി അടുത്ത ഒരു സെഞ്ചുറി ലീപ്പ് ഇയർ വരണമെങ്കിൽ 2400 വേണം, അല്ല 2700 എന്ന് പറയുന്ന ഒരു ലീപ്പ് ഇയർ അല്ല. കാരണം അത് 400 കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ ഈ ഒരു പോയിൻറ്റും കൂടി, ഈ ഒരു റൂളും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ലീപ്പ് ഇയർ ചെക്ക് ചെയ്യാനായിട്ട്.
അപ്പോൾ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ടാണ് വേണ്ടത്. സപ്പോസ് ഇപ്പം എൻ്റെ ഇയർ എന്നത് ചോദിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു വർഷം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. 2021 2021 വർഷം ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉടനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം 2021 ഈസ് നോട്ട് എ ലീപ്പ് ഇയർ. ഇപ്പോൾ ലീപ്പ് ഇയർ അല്ലല്ലോ, അത് 400 ഡിവിസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നോട്ട് എ ലീപ്പ് ഇയർ എന്ന ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ അങ്ങനെ നമ്മൾ വർഷം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരു 4 ഡിജിറ്റ് നമ്പർ ഒരു വർഷം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്നൊരു ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടണം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ലോജിക്ക്, അതായത് അതിൻ്റെ അൽഗോരിതം നമ്മളൊരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ ഞാനിവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അൽഗോരിതം ഉപയോഗിച്ചാണ്, ഈ ഒരു രീതി, ഈ ഒരു ഫ്ലോ ചാർട്ടിൻ്റെ ബേസ് ചെയ്താണ് നമ്മൾ ഈ പ്രോഗ്രാം എഴുതാനായിട്ട് പോകുന്നത്. പ്രോഗ്രാം ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കും. ആദ്യം നമുക്ക് ഈ ഫ്ലോ ചാർട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഫ്ലോ ചാർട്ട്, ഈ ഒരു അൽഗോരിതം ബേസ് ചെയ്താണ് നമ്മൾ പ്രോഗ്രാം എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇയർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആദ്യം അത് ചെക്ക് ചെയ്യുന്ന 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് അത് ചെക്ക് ചെയ്യും ആദ്യമേ തന്നെ. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഇയർ പെർസെൻറ്റേജ് 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇയർ എന്ന് പറയുന്ന ആ വാല്യൂവിനെ, ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് എടുക്കുന്നു. ആ റിമൈൻഡർ ഈക്വൽ ടു 0 ആണോ അല്ലയോ എന്നാണ് അത് ആദ്യം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വർഷം 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എത്രയാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. റിമൈൻഡർ ഈക്വൽ ടു 0 ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സപ്പോസ് ഇപ്പോൾ നമ്മൾ 2021 നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ ചെക്ക് ചെയ്യുമ്പം ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. കാരണം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും റിമൈൻഡർ 1 എന്ന് വരും. അപ്പോൾ അതായത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം ദി ഇയർ ഈസ് നോട്ട് എ ലീപ്പ് ഇയർ എന്ന് ആ സംഭവം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. കാരണം 2021 എന്ന് പറയുന്ന ലീപ്പ് ഇയർ അല്ല. അതേസമയം 2020 നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ആദ്യം അത് ചെക്ക് ചെയ്യും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 0 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അപ്പം 2020 എന്ന് പറയുന്ന ഇയർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും റിമൈൻഡർ 0 ആണ് വരുന്നത്. അതായത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ട്രൂ ആവുന്നതെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നത് ഈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. അതായത് സെഞ്ചുറി ആണോ അല്ലയോ എന്ന് അതിവിടെ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ 2020 എന്ന ഇയറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിവിടെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 0 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ 2020 എന്ന വർഷത്തെ അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും റിമൈൻഡർ 0 അല്ല വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫാൾസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ ആ ഇയർ ഈസ് എ ലീപ്പ് ഇയർ. പിന്നെ സെഞ്ചുറി ആണോ അത് 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണോ എന്നൊന്നും അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വർഷത്തെ അപ്പം തന്നെ ലീപ്പ് ഇയർ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. 2020 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ തന്നെയാണ്. ആ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ ഒരു സെഞ്ചുറി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക മാത്രമേ നമ്മൾ ചെയ്യുന്നത്. സെഞ്ചുറി അല്ല എന്ന് മനസ്സിലാക്കിയാൽ അപ്പം തന്നെ ഇയർ ഈസ് എ ലീപ്പ് ഇയർ എന്നിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അതേസമയം നമ്മളിവിടെ ഇപ്പോൾ 1700 എന്ന വർഷമാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തതെന്ന് കരുതുക. ആദ്യം അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 ആണോ ചെക്ക് ചെയ്യും. അപ്പം ആ റിമൈൻഡർ 0 ആണ് വരുന്നത്. ഡിവിസിബിൾ ബൈ 4 തന്നെയാണ് 1700. അങ്ങനെ തന്നെ എസ് വന്നിട്ട് ഇവിടെ വന്നിട്ട് അടുത്തത് അത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 0 ആണെന്ന് നോക്കും. അപ്പോൾ 1700 ആയതുകൊണ്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും റിമൈൻഡർ 0 തന്നെ വരും. അപ്പോൾ അത് അതിനെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കും. കാരണം 1700 എന്ന് പറയാൻ നമുക്കറിയാം ലീപ്പ് ഇയർ അല്ല എന്നറിയാം. കാരണം 400 കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടത്. 400 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന ഇയർ മാത്രമേ ലീപ്പ് ഇയർ ആവത്തുള്ളൂ, സെഞ്ചുറിയുടെ കേസാണെങ്കിൽ. അപ്പോൾ അതിവിടെ വെച്ച് സെഞ്ചുറി ആണെന്ന് മനസ്സിലായി, 1700 സെഞ്ചുറി ആണെന്ന് മനസ്സിലാവുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം റിമൈൻഡർ 0 എന്ന് കിട്ടി. അങ്ങനെയാണ് അതിനെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം അവിടെ റിമൈൻഡർ 0 അല്ല എങ്കിൽ ദിസ് ഇയർ ഇസ് നോട്ട് എ ലീപ്പ് ഇയർ എന്നവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. നോ എന്ന് പറയുകയാണെങ്കിൽ ദിസ് ഇയർ നോട്ട് എ ലീപ്പ് ഇയർ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതേസമയം സപ്പോസ് ഇപ്പോൾ 2000 എന്ന് പറയുന്ന വർഷമാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത് എന്ന് കരുതുക. ആദ്യം അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ എന്ന് പറയും. ട്രൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വർഷം ഒരു സെഞ്ചുറി ആണോ എന്നായിരിക്കും അടുത്തത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 2000-നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും അപ്പോഴും റിമൈൻഡർ ആണ് 0 ആണ്. അങ്ങനെയാണ് സാറ്റിസ്ഫൈ ആവുന്നതുകൊണ്ട് ട്രൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത 400 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഇത് ഡിവിസിബിൾ ആണ്. 2000 എന്ന് പറയുന്നത് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ടും ട്രൂ തന്നെയായിരിക്കും. ട്രൂ ആണെങ്കിൽ ദിസ് ഇയർ ഈസ് എ ലീപ്പ് ഇയർ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പം ഇങ്ങനെ ഈ ഒരു ഫ്ലോ ചാർട്ട് ഉപയോഗിച്ച് ഈ ഒരു ഫ്ലോ ചാർട്ട് ബേസ് ചെയ്താണ് നമ്മൾ പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. അപ്പം ഒരു സെഞ്ചുറി ഇയർ ആണെന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ആ സെഞ്ചുറി ഇയർ ആണ് എങ്കിൽ അതിനെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് ഡിസൈഡ് ചെയ്യത്തുള്ളൂ ലീപ്പ് ഇയർ ആണോ അതോ ലീപ്പ് ഇയർ അല്ലേ എന്ന് അത് ഡിസൈഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട്, ഈ ഒരു ലോജിക് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഗ്രാം എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ അടുത്ത സ്ലൈഡിൽ എന്തായാലും പ്രോഗ്രാം കാണിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് പ്രോഗ്രാം എഴുതി തുടങ്ങുക. എത്ര സ്റ്റേറ്റ്മെൻ്റ് ആണോ പറ്റാവുന്ന അത്ര സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ മനസ്സിലായിടത്തോളം ഈ ഫ്ലോ ചാർട്ട് നോക്കി സ്റ്റേറ്റ്മെൻറ്റ് എഴുതി നോക്കാനായിട്ട് ശ്രമിക്കുക. ഇഫ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ എഴുതുന്നത്. വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ എഴുതുന്നത്. ഇഫും എൽസും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം ഇഫും എൽസ് എന്ന സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉപയോഗിച്ച് പ്രോഗ്രാം പറ്റാവുന്ന സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ എഴുതി ഒപ്പിക്കാനായിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾ കറക്റ്റാണെന്ന് നിങ്ങൾ തോന്നുന്നുവെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതെല്ലാം മിസ്റ്റേക്ക് ഉണ്ടോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യുക. ഞാൻ എന്തായാലും പ്രോഗ്രാം ഇപ്പോൾ ഇവിടെ കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. നിങ്ങളൊരു പക്ഷേ പ്രോഗ്രാം എഴുതിയെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല.
എന്തായിരുന്നാലും റൺ ചെയ്യുമ്പം ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടണം, അത് മാത്രമേ ഉള്ളൂ. ഇതേ പ്രോഗ്രാം തന്നെ ഇഫും എൽസും ഒക്കെ തന്നെ ഉപയോഗിച്ച് എഴുതിയാൽ പോലും പല രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു സാധാരണ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫോമിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ വേറെ രീതിയിലാണ് പ്രോഗ്രാം എഴുതിയാലും തെറ്റൊന്നുമില്ല, കറക്റ്റ് ആൻസർ കിട്ടണമെന്നേ ഉള്ളൂ. ഇപ്പോൾ 2000 എന്ന് ഇട്ട് കൊടുത്താൽ അത് ലീപ്പ് ഇയർ എന്ന് വേണം, 2021 എന്ന് ഇട്ട് കൊടുത്താൽ ലീപ്പ് ഇയർ അല്ല എന്ന് വേണം, 1700 എന്ന വർഷം ഇട്ട് കൊടുത്താൽ നോട്ടേ ലീപ്പ് ഇയർ എന്ന ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ പ്രോഗ്രാം എങ്ങനെയായിരുന്നാലും. അപ്പോൾ എന്താണെന്നൊരു പ്രോഗ്രാം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഞാനിവിടെ ഒരു കമൻറ്റ് പോലും കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി ടീച്ചറിനൊന്ന് ഇംപ്രസ് ചെയ്യാനായിട്ട് ഒരു കമൻറ്റ് പോലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം ടു ചെക്ക് ലീപ്പ് ഇയർ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റുഡിയോയുടെ കൊടുത്ത് ഹെഡർ ഫയൽ കൊടുത്തു, ഇൻറ്റ് മെയിൻ കൊടുത്തു. എന്നിട്ട് ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ ഇയർ എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ ഇയർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് പ്രിൻ്റ് ഓഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എൻ്റർ എ ഇയർ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ ഇയർ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതെല്ലാം നമുക്കറിയാം. ഇനി അടുത്ത ആദ്യത്തെ ഇഫ് കണ്ടീഷൻ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അപ്പം തന്നെ ഇയർ ഈസ് നോട്ട് എ ലീപ്പ് ഇയർ എന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പം നമ്മളിവിടെ സപ്പോസ് 2021 എന്ന ഇയറാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതെന്ന് കരുതുക. അപ്പോൾ ആദ്യം 4 കൊണ്ട് ചെക്ക് ചെയ്യുമ്പോഴേക്കും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇയർ %4 ഈക്വൽ ടു 0, അതായത് ഇയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ ഈക്വൽ ടു 0 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന കണ്ടീഷനാണ് ഇത്. ഇപ്പോൾ 2021 ആണ് എങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. ഫാൾസ് ആണ് എങ്കിൽ നേരെ ഇവിടെ ഈ ഇഫിൻ്റെ നേരെ എൽസ് എന്ന് പറയുന്നത് ഈ എൽസ് ആണ് വരുന്നത്. ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നേരെ വരുന്ന എൽസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ എൽസ് എന്ന് പറഞ്ഞാൽ ഈ ഇഫിൻ്റെ കൂടെ വരുന്ന എൽസ് ആണ് ഇവിടെ ഉള്ളത്. ഇത് 2 സെക്ഷനായിട്ട് കാണിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ കൺഫ്യൂഷൻ വരുന്നത്. ഈ ഇഫിൻ്റെ നേരെ ലെവലിൽ വരുന്ന എൽസ് എന്ന് പറഞ്ഞാൽ ഈ എൽസ് ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയാണെങ്കിൽ നേരെ ഈ എൽസിലോട്ട് പോകും. ഇവിടെ വെച്ച് ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഇയർ % എന്ന് പറയുന്നത് ഈ ഇയർ ഈസ് നോട്ട് എ ലീപ്പ് ഇയർ എന്ന് അപ്പം തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പം ഇവിടെ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയാണെങ്കിൽ ഈ എൽസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേസമയം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ ഒരു 1996 എന്ന് കരുതുക. 1996 ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. കാരണം 4 കൊണ്ട് ഡിവിസിബിൾ ആണ് 1996. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ആയിരിക്കും അടുത്ത ചെക്ക് ചെയ്യുന്നത്. അതൊരു സെഞ്ചുറി ആണോ അല്ലയോ ചെക്ക് ചെയ്യുക. അപ്പോൾ 1996 എന്നുള്ളത് സെഞ്ചുറി അല്ല. അപ്പോൾ ഈ ഇതെന്ന് പറയുന്നത് ഇയർ %100 ഈക്വൽ ടു 0, അതായത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഈക്വൽ ടു 0 ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 1996 ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. ഫാൾസ് ആണെങ്കിൽ ഈ ഇഫിൻ്റെ നേരെ വരുന്ന എൽസ് എന്ന് പറഞ്ഞാൽ ഈ എൽസ് ആണ്. അതിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ % ഈസ് എ ലീപ്പ് ഇയർ, അതായത് 1996 ലീപ്പ് ഇയർ തന്നെയാണ്. അതങ്ങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അത് സെഞ്ചുറി ആണോ എന്നൊന്നും പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ ഈസ് എ ലീപ്പ് ഇയർ എന്നിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അതേസമയം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത വാല്യൂ 2000 ആണ് എന്ന് കരുതുക. 2000 ടൈപ്പ് ചെയ്ത് കൊടുത്തെങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അടുത്തത് സെഞ്ചുറി ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുമ്പോഴും ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് തന്നെ വരും. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻ ട്രൂ ആവുന്നതുകൊണ്ട് നേരെ ഈ ഇഫിൻ്റെ അകത്തുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ ഇതിനെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. എന്നിട്ട് റിമൈൻഡർ 0 ആണോ എന്ന് നോക്കാം. അപ്പോൾ 2000 ആയതുകൊണ്ട് 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും റിമൈൻഡർ 0 തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഇയർ ഈസ് എ ലീപ്പ് ഇയർ എന്ന് നമ്മളിവിടെ എഴുതി കാണിക്കുന്നു. അതേസമയം 2200 ആണ് നമ്മുടെ വർഷമെങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുന്നു. സെഞ്ചുറി ചെക്ക് ചെയ്ത് 2200 ആകുമ്പോൾ ആയതുകൊണ്ട് 2100 എന്ന വർഷമാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെയും കണ്ടീഷൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴേക്കും റിമൈൻഡർ 0 ആണ് വരുന്നത്. അതുകൊണ്ട് ഈ അടുത്ത ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് കയറി ഇവിടെ 400 കൊണ്ട് അത് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എത്രയാണ് ചെക്ക് ചെയ്യും. അപ്പോൾ 2700 എന്ന വർഷം ആയതുകൊണ്ട് അത് 400 കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ അവിടെ റിമൈൻഡർ 100 എന്ന് വരും. അപ്പോൾ അത് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എൽസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്നില്ല, ഫാൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നേരെ എൽസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോകും. എൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ലീപ്പ് ഇയർ, 2100 എന്ന് പറഞ്ഞ വർഷം ഈസ് നോട്ട് എ ലീപ്പ് ഇയർ എന്ന ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം എഴുതുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ലീപ്പ് ഇയറിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ലീപ്പ് ഇയറിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ആ വർഷത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു കാര്യമല്ല ലീപ്പ് ഇയർ എന്നുള്ളത്. ആ വർഷം എന്ന് പറയുന്നത് സെഞ്ചുറി ആണോ എന്ന് ചെക്ക് ചെയ്യണം. സെഞ്ചുറി ആണ് എങ്കിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. 400 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന സെഞ്ചുറി വർഷങ്ങൾ മാത്രമേ ലീപ്പ് ഇയർ ആയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടെ കൺസിഡർ ചെയ്താണ് നമ്മൾ ലീപ്പ് ഇയറിൻ്റെ പ്രോഗ്രാം എഴുതേണ്ടത്. എക്സാമിന് ഇത് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോഗ്രാമാണ്. എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം കാണാതെ പഠിച്ചുകൊണ്ട് പോകാനായിട്ട് നിൽക്കരുത്. ഈ ലോജിക്കാണ് കാണാതെ പഠിക്കേണ്ടത്. ഈ കാൽക്കുലേഷൻ, ഈ ഒരു ലോജിക്കാണ് നമ്മൾ ആക്ച്വലി കാണാതെ പഠിച്ച് വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. എന്നിട്ട് ഈ പ്രോഗ്രാം സ്വന്തമായിട്ട് അവിടെ വെച്ച് എഴുതി ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ പ്രോഗ്രാം എഴുതാത്തവർ അല്ലെങ്കിൽ പ്രോഗ്രാം തെറ്റിപ്പോയവരൊക്കെ ഇതിപ്പോൾ കണ്ട് ഡിസ്കസ് ചെയ്തല്ലോ. ഇനി ഈ വീഡിയോ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കിയിട്ട് പ്രോഗ്രാം എഴുതി
എഴുതി ഒപ്പിക്കാനായിട്ട് നോക്കുക, എങ്ങനെയെങ്കിലും എഴുതി ഉണ്ടാക്കാനായിട്ട് നോക്കുക. അപ്പോൾ പ്രോഗ്രാം നിങ്ങളിപ്പോൾ പ്രോഗ്രാം എങ്ങനെയാണെന്ന് സംഭവം എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നോക്കി എഴുതാതെ ഈ ഫ്ലോ ചാർട്ട് നോക്കി അതിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കി അതിൻ്റെ അൽഗോരിതം പീസ് ലോജിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പ്രോഗ്രാം എഴുതി നോക്കുക. പ്രോഗ്രാം എഴുതി കറക്റ്റായിട്ട് കിട്ടി റൺ ചെയ്ത് നോക്കുക. നിങ്ങൾ കറക്റ്റാണോ നിങ്ങൾ തോന്നുകയാണ് റൺ ചെയ്ത് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇലിപിയുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം കാണാതെ പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് അങ്ങ് എഴുതി വെച്ച് കളയാം എന്നും പറഞ്ഞ് വിചാരിച്ച് കളയരുത്. ആരെ കൊണ്ടും പറ്റത്തില്ല. അപ്പം ഞാനായിരുന്നാലും എത്ര നല്ല പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നാലും ഇങ്ങനെ പ്രോഗ്രാം കാണാതെ പഠിച്ചുകൊണ്ട് എക്സാം എഴുതാനൊന്നും നോക്കത്തില്ല. കാണാതെ പഠിച്ചുകൊണ്ട് പോകാനുള്ള പ്രോഗ്രാംസ് വേറെ വരുന്നുണ്ട്. വലിയ വലിയ പ്രോഗ്രാംസ് കാണാതെ പഠിച്ച് എഴുതാനുള്ള പ്രോഗ്രാംസ് വരുന്നുണ്ട്. അത് മാത്രമേ നമുക്ക് കാണാതെ പഠിക്കാനൊക്കെ ഉള്ളൂ. അല്ലാതെ എല്ലാ പ്രോഗ്രാമും കാണാതെ പഠിക്കാനും നോക്കത്തില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ വളരെ സിമ്പിൾ പ്രോഗ്രാമാണ്, കാണാതെ പഠിക്കാനൊക്കത്തില്ല. ലോജിക്കാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്. ലോജിക്ക് കാണാതെ പഠിക്കുന്നത് വെച്ചാൽ മനസ്സിലാക്കുക, എന്നിട്ട് എക്സാമിന് കാര്യമായിട്ട് എഴുതാം. അപ്പോൾ സ്വന്തമായിട്ട് എഴുതി നോക്കിയാൽ മാത്രമേ. ഇതിപ്പോൾ നിങ്ങൾ പ്രോഗ്രാം കണ്ടിട്ടും നിങ്ങളിത് അടച്ചു വെച്ചിട്ട് സ്വന്തമായിട്ട് എഴുതി നോക്കണം. എഴുതി പ്രോഗ്രാം എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് നേരെ മനസ്സിലാവുകയുള്ളൂ. അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്ക് പഠിക്കാം. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.